എന്തും നടക്കും സത്യമായിട്ട്. കാരണം ഞാൻ ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ദിപ്പനെയാണ് ഒരു 1/4 മണിക്കൂർ മുന്നേ. ഇതിനൊരു 10 മിനിറ്റിൽ അവർ വരും ചെക്കിങ്. ഇവിടെ ഹോസ്റ്റലിലുള്ള ഒരു എന്തോ ഒരു പരിപാടിയാണ്, നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ നല്ലതാണ്, മുറി വൃത്തിയാവും, മൊത്തം ക്ലീൻ ആക്കും, മൊത്തം ഒന്ന് ചെക്ക് ചെയ്യും അവർ. ഇനി മുറിയുടെ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല, അതിൻ്റെ ഇടയ്ക്കൊണ്ട് ഇത് ഭയങ്കര സർപ്രൈസും കൂടി ആയിപ്പോയതുകൊണ്ടും ഇനി ഒരു പരീക്ഷ കൂടി ഉള്ളത് കൊണ്ടും ആ ടെൻഷൻ ഇറക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ടും ഒക്കെ ഇത്തിരി കൂടി ഇങ്ങനെ മുറുക്കി നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് വന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി ഞാൻ ഇവിടുത്തെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വൃത്തിയാക്കിയതിൻ്റെ ഇൻ്റർനാഷണൽ വൃത്തിയൊന്നും ആക്കിയിട്ടില്ല, എന്നാലും ഈ ഭാഗം ഇങ്ങനെയായിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഭാഗം ഇവിടെ ഇങ്ങനെ, ഈ ഭാഗം ഇങ്ങനെ ജനലൊക്കെ തുടച്ച് കുട്ടപ്പനാക്കി. ഇനി ബാക്കി മുറിയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഒരറ്റത്ത് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. മുറി കട്ടിലൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ പുതപ്പും കൂടി വിരിക്കണം. ബാക്കി അവിടെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്, തുറ ഫുള്ള് തുടച്ചിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല, അവിടെ തുടച്ചിട്ടേക്കണം, അങ്ങനെ അവിടെ വെള്ളം കാണണേ. ഇതൊക്കെ വൃത്തിയാക്കി. ഇനി ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെയാണ് എൻ്റെ സമയം മുഴുവൻ എടുത്തത്. ആ ഗ്ലാസ് ക്യാബിനും തുടച്ച് വൃത്തിയാക്കാൻ, അത് വൃത്തിയാക്കി, കണ്ണാടി വൃത്തിയാക്കി, ഇത് വൃത്തിയാക്കി, ആകെ മൊത്തത്തിൽ വൃത്തിയാക്കി. എൻ്റെ അമ്മോ.